അതൊക്കെ വിട്ടേക്ക്. അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നം. വല്യമ്മ എവിടെ വിളിച്ച? അവള് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ദുബായിലേക്ക് പോയി. ഞാൻ ഇങ്ങോട്ടും പോകും. എനിക്കിവിടെയും അവക്കവിടെയും നിൽക്കേണ്ട ആവശ്യമുണ്ട്. എന്താ മോളെ, രാത്രി നീ ഒറ്റയ്ക്ക്? കാർത്തിയുടെ കാർത്തികൻ വീട്ടിലുണ്ട് വിളിച്ച. പിന്നെന്താ അവനെ കൂട്ടാതെ? പിന്നെന്താ, നിങ്ങൾ പിണങ്ങിയോ? അതൊന്നുമില്ല. പിന്നെ എന്ത് പറ്റി മോളെ? എന്താ എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നത്? ഞാൻ പ്രശ്നത്തില വിളിച്ച. എന്ത് പ്രശ്നം? ഇതാ നോക്ക്, നിന്റെ വല്യമ്മക്കാൾ സ്ട്രോങ് ആയി വല്യച്ഛൻ. ഈ ആകാശത്തിന് താഴെയുള്ള എന്ത് പ്രശ്നവും ഈ വല്യച്ഛൻ പരിഹരിച്ചു തരും. പറയൂ, എന്താണെങ്കിലും പറയൂ മോളെ. ഇന്ദ്രജയ്ക്ക് ഏത് നേരവും നിന്നെക്കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ. എനിക്കും അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നിന്നെ സ്വന്തം മോളായിട്ട് തന്നെയാണ് ഞാനും ഇന്ദ്രജയും കരുതുന്നത്. അതിനിടയ്ക്ക് ചെമ്പകമംഗലത്തെ ഈ ഇഷ്യൂസ് ഒക്കെ. അതൊക്കെ പോട്ടെ, മോളെന്തിനാ വിഷമിക്കുന്നത്? മുഖം കണ്ടാലറിയാം, കരഞ്ഞു കരഞ്ഞ് കലങ്ങിയ കണ്ണുകളും മനസ്സാകെ തളർന്ന ഭാവവും. മോള് കാര്യം പറയും. മോൾ ഈ രാത്രി ഒറ്റയ്ക്ക് നിന്റെ വല്യമ്മ അന്വേഷിച്ചു വരണമെങ്കിൽ അതിന് തക്കതായ എന്തോ റീസൺ ഉണ്ട്. പറയൂ, എല്ലാം തുറന്നു പറയൂ. ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് എന്റെ കുഞ്ഞിനെ വെല്ലിച്ച എന്റെ വൈകുമോള്. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. അതിനെ എങ്ങനെയെങ്കിലും വെല്ലിച്ചൻ തിരിച്ചു വാങ്ങിത്തരണം. വല്യമ്മ വിചാരിച്ച അതിന് കഴിയുമായിരുന്നു. അതിനാ ഈ രാത്രി ഞാൻ വല്യമ്മ തിരക്കി വന്നത്. എനിക്ക് ഉറക്കമില്ല വെല്ലിച്ച. രാത്രി കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടച്ച എന്റെ കുഞ്ഞിന്റെ കരയുന്ന മുഖമാ മനസ്സിൽ. എന്താ വല്യച്ഛനൊന്നും മിണ്ടത്ത് നിൽക്കുന്ന? കുഞ്ഞിപ്പോ ആ പെണ്ണിന്റെ കൂടെയാണോ? ആ മൈഥിലിയുടെ കൂടെ? അതെ. പ്രശ്നം വളരെ സങ്കീർണമാണല്ലോ മോളെ. നിയമം അവളുടെ കൂടെയല്ലേ നിൽക്കൂ. അത് ഈ അവൾ പ്രസവിച്ച കുഞ്ഞല്ലേ? കരയാതെ മോളെ. കളരിപ്പയറ്റിൽ പൂഴിക്കടങ്ങുന്നത് ഏറ്റമുണ്ട്. അതുപോലെ തന്നെ കളി ഇവിടെയും ഇറക്കണം. കുട്ടിയെ ഞാൻ വാങ്ങി മോളുടെ കയ്യിൽ തരാം. പക്ഷേ മോള് ഞങ്ങളുടെ കൂടെ നിൽക്കണം. എന്റെയും ഇന്ദ്രജയുടെയും മോളായിട്ട്. മോളെന്ന് പറയും. എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയാൽ മതി. കിട്ടിക്കഴിഞ്ഞു വല്യച്ഛനും വല്യമ്മയും പറയുന്നത് ഞാൻ അനുസരിച്ചു. ഈ മുറിയല്ല മോളെ, ദേ ആ മുറി. അതിനകത്ത് കയറിയിരുന്നോ? വല്യച്ഛൻ ഇപ്പൊ വരാം. ഓ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? എന്താ തനിക്കെന്നോട് ദേഷ്യം? ഓ, നമ്മളെ ദേഷ്യപ്പെട്ട നിങ്ങൾക്കെന്ത്? എനിക്കറിയാം വൈശാന്റെ ദേഷ്യത്തിന്റെ കാരണം. മുക്കുപൂശി ഉളവാള്. ഞാൻ പിന്നെന്താ സ്വർണ്ണമാണെന്ന്? അത് മുക്കുപൂശിയ വാളൊന്നും അല്ല. ചെമ്പകമംഗലത്തെ ഒറിജിനൽ വാളാണെന്ന് മൈഥിലി ആണായിട്ട് പറയുന്നു. ഇവനും അവളും കൂടി എനിക്കിട്ട് പണിയുന്നയാണോന്ന് ദൈവത്തിനറിയാം. അങ്ങനെയാണെങ്കിൽ രണ്ടിനെ ഞാൻ വെച്ചേക്കത്തില്ല. സ്വർണവാള്.
അല്ല വൈശാഖ് ദേവരാജൻ സാറിനെ പരിചയപ്പെട്ട അല്ല അപ്പോ ഇന്ദ്രജി പോയോ? പോയി. പകരം ഇനി ദേവരാജൻ സാറാ കുറച്ചു ദിവസത്തേക്ക്. ആളെങ്ങനെയുണ്ട്? ആള് കൊള്ളാം. ദേവരാജൻ സാർ ഈ കാര്യത്തിൽ കക്ഷിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അങ്ങേരോട് തർക്കിക്കാനൊന്നും അല്ല ഞാൻ വന്നത്. പിന്നെ നീ എന്നോടാണോ തർക്കിക്കാൻ വന്നത്? മര്യാദയ്ക്ക് സംസാരിക്കണം. ഓ എടാ പോടാന്നൊക്കെ എന്നെ കയറി വിളിക്കരുത്. ഓ അതൊക്കെ തന്റെ വീട്ടിൽ പോയി തന്റെ പണിക്കാരെ വിളിച്ചാൽ മതി. ഓ ഒരബദ്ധം പറ്റിപ്പോയതാ സാറേ, അങ്ങ് ക്ഷമിച്ചേര്. ഇക്കാര്യത്തിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ഇന്ദ്രേച്ചി നിങ്ങളും കൂടി എന്നെ ചതിച്ചതാണോന്ന് ഉറപ്പായും എനിക്ക് സംശയമുണ്ട്. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. നീ കൊണ്ടുവന്ന വാള് നോക്കി നിന്റെ മുന്നിൽ വെച്ച് തന്നെയാ അത് മുക്കുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾ എന്നെ മാനസികമായിട്ട് തളർത്തിയതാണോന്ന് എനിക്ക് സംശയമുണ്ട്. മാനസികമായിട്ട് തളർത്തിയ അതെന്തിന്?